പണ്ട് കാലത്ത് രാജാക്കന്മാർ വേഷം മാറി സഞ്ചരിക്കുമായിരുന്നു. നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ക്ഷേമം അറിയുന്നതിനു വേണ്ടി യാചകൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ വേഷം ധരിച്ചുകൊണ്ട് രാജാക്കന്മാർ സഞ്ചരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു രാജാവ് സഞ്ചരിച്ച് ഒരു പാവപ്പെട്ടവൻ്റെ കുടിലിൽ വന്ന് രാത്രിയിൽ ഭക്ഷണം ചോദിച്ച് അന്ന് രാത്രി രാജാവ് അവൻ്റെ കൂടെ തങ്ങി. അന്ന് രാത്രിയിൽ ആ കുടിലിൽ ആ പാവപ്പെട്ടവൻ തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണവും വെള്ളവുമൊക്കെ കുടിച്ച് സമാധാനത്തോടുകൂടെ രാജാവ് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു. ആ പാവപ്പെട്ടവൻ അതികാലെ എഴുന്നേറ്റ് തൻ്റെ ഭവനത്തിൽ വന്ന അതിഥി ആരാണെന്ന് പോലും അറിയാൻ വയ്യാതെ പ്രഭാത ഭക്ഷണവും ഒരുക്കി അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ വീടിന് ചുറ്റും അനേകം കുതിരകൾ വന്നു, രാജരഥവും വന്നു നിന്നു. ഉടനെ തന്നെ രാജാവ് തൻ്റെ ഐഡൻറ്റിറ്റി ആ പാവപ്പെട്ടവന് വെളിപ്പെടുത്തി. ആ പാവപ്പെട്ടവനോട് രാജാവ് പറഞ്ഞു, ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. നിനക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? ഇന്നലെ ഞാൻ രാത്രി വന്ന സമയം മുതൽ ഇതുവരെയും എന്നെ ഒരു രാജാവിനെ പോലെ തന്നെ നിൻ്റെ ഈ ചെറുഭവനത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി. ഞാൻ പോകുവാൻ നേരം എനിക്ക് എന്താണ് നിനക്ക് നൽകുവാനുള്ളത്? നിനക്ക് എന്താണ് വേണ്ടത്? നീ അത് ചോദിച്ചാലും. ആ സാധു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നീ എല്ലാവരുടെയും ഭവനങ്ങളിൽ പോയി എല്ലാവർക്കും നല്ല ദാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ നൽകാറുണ്ട്. എന്നാൽ എനിക്ക് ഇന്നലെ രാത്രി നീ എനിക്ക് നൽകിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിൻ്റെ സാന്നിധ്യം ആയിരുന്നു. എൻ്റെ ഈ ചെറിയ കുടിലിൽ നീ എന്നോടുകൂടെ പാർത്ത മണിക്കൂറുകൾ, നിമിഷങ്ങൾ, അതെനിക്കൊരിക്കലും മറക്കുവാൻ സാധ്യമാവുകയില്ല. എനിക്ക് മറ്റൊന്നും വേണ്ട. മറ്റുള്ളവർക്കൊക്കെ നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടി. എന്നാൽ എനിക്ക് കിട്ടിയത് രാജാവിനെ തന്നെയാണ്, അങ്ങയുടെ സന്നിധിയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. താങ്ക് ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ അൺസ്പീക്കബിൾ ഗിഫ്റ്റ്. പറഞ്ഞു തീരാത്ത ദാനം. ഈ ലോകത്തിലെ എല്ലാ വാഗ്മികളും ഒരുമിച്ച് ചേർന്ന് ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് എത്രയൊക്കെ വിവരിച്ചാലും വിവരിച്ച് തീരുവാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റുണ്ട്, ഒരു ദാനമുണ്ട്. ഇത് മറ്റുള്ള ദാനങ്ങളെ പോലെയല്ല. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഗിഫ്റ്റാണ്. ഇത് ബിയോണ്ട് വേർഡ്സ് ആണ്, വാക്കുകൾക്ക് അപ്പുറമാണ്. അങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവം ഈ ഭൂമിക്ക് നൽകിയ ആ പറഞ്ഞു തീരാത്ത ദാനം എന്തെന്നറിയാമോ? ആ ദാനമാണ് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയും. നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയിൽ ദൈവം നൽകിയ ഈ വലിയ ദാനത്തിൻ്റെ ആഴവും നീളവും ഉയരവും വീതിയും ഒന്നും നമുക്കൊരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യുവാൻ സാധ്യമല്ല. ദാനം അഥവാ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നാം ഒരിക്കലും നേടുന്നതല്ല. നാം നേടുന്നതാണെങ്കിൽ, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നാം നേടുന്നതാണെങ്കിൽ അതൊരിക്കലും ഗിഫ്റ്റ് ആവുകയില്ല. എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിക്ക് നൽകിയ ദാനമാണ്. ഉചിതമാകും വണ്ണം ഒരിക്കലും വിവരിച്ച് വർണ്ണിക്കുവാൻ സാധ്യമാകാത്ത ഈ ഗിഫ്റ്റിനെ, ഈ ദാനത്തെ ലഭ്യമാകുവാൻ, ഇതിനെ ഒന്ന് സ്പർശിച്ചു നോക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ കൊതിക്കുകയാണ്. എന്നാൽ ഈ വചനത്തിൽ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ പറഞ്ഞു തീരാൻ പറ്റാത്ത ഈ ദിവ്യദാനത്തെ ഓർത്ത് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നൽകുവാൻ സാധ്യമായി തീരുന്ന ഏക റെസ്പോൺസ്, പ്രതികരണം എന്ന് പറയുന്നത് സ്തോത്രം എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് നാം ഒത്തിരി ദാനങ്ങൾ സ്വീകരിക്കാറുണ്ട്. നമ്മുടെ ശ്വാസവും നമ്മുടെ ജീവിതവും ഒക്കെ ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. എന്നാൽ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു ദാനമുണ്ട്. ആ ദാനമെന്ന് പറയുന്നത് ആ മഹാരാജാവിൻ്റെ കൂടെയുള്ള വാസമാണ്. ആ രാജാവിനോട് കൂടിയുള്ള വാസമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്.